ബി അവന്റെ പേര് ഇട്ടിട്ടുണ്ടാവും ഐ ഗസ്. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് എൽസ് ടു സേ. കാണാത്ത ഒരു വ്യക്തിനെ ഇത്രയും അടിപൊളിയായിട്ട് വർണ്ണിച്ച് ഇത്രയും മാസ് എൻട്രിയും സീനും ഒക്കെ കൊടുത്തതിൽ നന്ദിയുണ്ട്. അത്രേ പറയാനുള്ളൂ. എന്റെ ഫ്രണ്ടും അത് തന്നെ അറിയിച്ചിരിക്കുന്നു. അപ്പൊ ഞാനിപ്പോ ഓൾറെഡി റിപ്ലൈ കൊടുത്തു, ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട്. ഒളിച്ചോടി എന്ന് പറയുന്ന റൂമർ വന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഏയ് ഞാൻ ഒളിച്ചോടിയിട്ട് സോറി. അപ്പോൾ ഞാൻ കുറച്ച് റൂമർ കേട്ടായിരുന്നു, ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഫ്ലാറ്റിൽ തന്നെ എന്റെ വ്ലോഗ് കാണുന്നവർക്കറിയാം. ഞാൻ ഇതിൽ പറ്റാത്തൊരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഗൈസ്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളിനി യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും. എത്ര കാലോടെ ഇങ്ങനെ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. എൻ്റെ ഭാര്യ ഒളിച്ചോടി ഗൈസ്. അപ്പോൾ അതിന് കൂടുതൽ ഡീറ്റെയിൽസ്, അവൾ ആരോട് ഒളിച്ചോടിപ്പോയി, അവൾ എപ്പോൾ ഒളിച്ചോടിപ്പോയി, എങ്ങനെയാണ് കാരണം എന്നുള്ള സംഭവങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ വലിയ വമ്പൻ സ്രാവുകളുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം ഭാര്യ ഒളിച്ചോടിപ്പോയി എന്നുള്ളൊരു കാര്യം, ഒളിച്ചോടിപ്പോയ ഭാര്യ മറ്റൊരാളുടെ ഭർത്താവിനെയും കൊണ്ട് ഒളിച്ചോടിപ്പോയി നടക്കുള്ള കാര്യം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ മനസാക്ഷി മനുഷ്യത്വത്തോട് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയത്തിൻ്റെ അകത്ത് അർഹിക്കുന്നില്ല എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മളൊരു മിനിമം മാന്യത സ്വീകരിക്കണമല്ലോ, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മാന്യത. ഇതിനകത്തൊക്കെ റീച്ച് എന്ന് പറയുന്നത് പണ്ടാരം ഈ ഷിംജിതയുടെ കേസിനെക്കാട്ടിൽ അപ്പുറം ദുരന്തങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. കാരണം സ്വന്തം കുടുംബത്തിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ, സ്വന്തം ഭാര്യയെക്കുറിച്ച് അവിഹിതമെന്ന് പറയുകയും ഭാര്യ ഡിവോഴ്സ് ചെയ്തെന്ന് പറയുകയും ഭാര്യ കണ്ടവൻ്റെ കൂടെ പോയി എന്നൊക്കെ പറയും. എങ്ങനെ അറ്റൻഷൻ കിട്ടണം, അതിലൂടെ കുറേ പൈസ ഉണ്ടാക്കണം. ചില റീസെൻ്റായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോ, അതിൻ്റെ ഒരു അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം എന്തൊരു ഡ്രാമയൊക്കെ നടക്കുന്നറിയാമോ, വമ്പൻ ഡ്രാമകൾ. കാരണം അറ്റൻഷൻ, തുണി പൊക്കിയിട്ടൊക്കെ ഓടണേ, ഇതിനെക്കാട്ടിലേക്ക് തുണി പൊക്കിയിട്ട് ഓട്, രണ്ടും കൂടെ ഒക്കെ ഓട്, റോഡിൽ കൂടെ ഓടും, അപ്പോൾ നല്ല അറ്റൻഷൻ കിട്ടില്ലേ? ഇതൊക്കെയല്ലേ ചെയ്യണ്ടേ? എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ മുഞ്ചിക്കുന്നത്? ഓക്കെ ഗൈസ്, കാണാം. ആദ്യം നമുക്ക് മെഹനാസ് മെഹ്നുവിൻ്റെ വീഡിയോ കാണാം ഗൈസ്. നോക്കൂ. എൻ്റെ ഭാര്യ എനിക്ക് നമ്മുടെ ഇന്നെന്താ പ്രത്യേകത, വാലന്റൈൻസ് ഡേ അല്ലേ, എനിക്ക് ഭയങ്കര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് തന്നത് ഇന്ന്. മെഹനാസ് മെഹ്നുവിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഭാര്യ റിഫ എന്ന് പറഞ്ഞ കുട്ടിയുടെ കഥ അറിയാമല്ലോ, നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല അല്ലേ. ആ ഒരു ദുബായിൽ ആ വീട്ടിനകത്ത് ആ കുട്ടി സ്വന്തം ചെയ്ത് ഒടുക്കി. എനിവേ അത് നമ്മൾ ഇനിയിപ്പോൾ അത് ഓക്കെ, അതൊക്കെ വേറെ കാര്യം. ഇനി ഇതിൽ പറ്റാത്തൊരു ഗിഫ്റ്റ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനിച്ചിട്ടാണ് പോയത് ഗൈസ്. ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നമ്മളിനി യൂട്യൂബിൽ സംസാരിക്കുന്നതായിരിക്കും. എത്ര കാലോടെ ഇങ്ങനെ. എൻ്റെ പൊന്ന് ബ്രോ, ഇത് രജിസ്റ്റേർഡ് ആണോ ഈ സാധനം? ഇല്ലെങ്കിൽ കൊണ്ട് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. എന്തറിയാമോ, ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണ്ടാമൃഗത്തിനെക്കാട്ടിൽ വലിയ തൊലിക്കട്ടിയുള്ള എന്നുള്ള അവാർഡ്. കാരണം എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ ഗൈസ്, സ്വന്തം ഭാര്യ ഒളിച്ചോടി പോയാൽ വിഷമമുള്ള ഒരാളുടെ വേദന നിങ്ങൾ ആ മുഖത്ത് കാണുന്നില്ലേ? ഒളിച്ചോടിയത് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. എന്തുവാ ഇത്? ഇനി ലവൻ കൊണ്ടുപോയവൻ, ലല്ലു എന്നോ പുല്ലു എന്നോ ആണ് ലവൻ്റെ പേര്. അത് നമ്മുടെ വേറൊരു ഫസ്മിന സാക്കിർ എന്ന് പറയുന്ന ആ പുള്ളിക്കാരത്തിയുടെ ബോയ് ഫ്രണ്ടാണ്, അങ്ങനെ എന്തോ ആണ്. അല്ല, പുള്ളിക്കാരത്തി ഇപ്പോൾ റീസെൻ്റായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതേ ഉള്ളൂ, കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടേ ഉള്ളൂ. ഇവനെ കുറിച്ച് കൂടുതൽ എക്സ്പോസ് ചെയ്തുകൊണ്ടുള്ള കാര്യം. കണ്ടവരുടെ ജീവിതമാണ്, കണ്ടവരുടെ ജീവിതത്തിൻ്റെ അകത്ത് നിന്ന് ഒരാൾ പോകുന്നു വരുന്നു എന്നൊക്കെയുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ സാഹിത്യപരമായിട്ടൊക്കെ ഇത് എഴുതാൻ കൊള്ളാമെങ്കിലും ഒരാളുടെ ലൈഫിൽ നിന്ന് ഒരാൾ ഇറങ്ങി പോകുന്നതൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നവർക്കാണെങ്കിൽ വേദന ഉണ്ടാകും, ഇല്ല എങ്കിൽ അത് വെറും പ്രഹസനവും റീച്ചിന് വേണ്ടിയുള്ള കളിയുമായിരിക്കും. ഈ ലെവനാണെങ്കിൽ ഇത് തന്നെ പരിപാടി എന്നാ പറയുന്നത്. ഈ ലല്ലൂന്നോ മല്ലൂന്നോ എന്നൊക്കെ പറയുന്ന ലെവന് പറഞ്ഞിട്ട് പോലെ ഈ ചെക്കൻ്റെ ഒക്കെ ആര് പോയാലും വെട്ടിൻ്റെ പണി കിട്ടും കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചോ. വിത്ത് എവിഡൻസ് കാണുന്നവരെന്തുണ്ടെങ്കിൽ യൂട്യൂബ് ചാനലും ചാനലൊന്ന് വിത്ത് എവിഡൻസ് എല്ലാം അറിയണമെങ്കിൽ യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോ. ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും കൂടിയാൽ മാത്രമേ സാധനങ്ങൾ പുറത്തു വിടുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അജാതി കരുതലാണ് ഈ മനുഷ്യന്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഇവൻ്റെയൊക്കെ ആര് പെട്ടുപോയാലും നല്ല പെടലായിരിക്കും പെടുന്നത്. ആരും വലയിൽ വീഴാണ്ടിരിക്കുക. കാരണം മാക്സിമം ഇവൻ്റെ മുതലെടുപ്പാണ്. ഇവൻ്റെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ ഭയങ്കര ഒരു വിഷയമായി കിടക്കുന്ന ഒരു കാര്യം കൂടെ ഇവൻ തലയിൽ എത്തി വെച്ചിട്ടുണ്ട്. ഓരോ ദിവസം ഓരോ പെൺപിള്ളേരുടെ ജീവിതം തകർക്കൽ. ഓക്കെ, അപ്പം അത് ലവനെ കുറിച്ചിട്ട് ഇദ്ദേഹം പറയുകയാണ്, ആര് പോയാലും അവർക്ക് പണി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പം പിന്നെ ഇദ്ദേഹത്തിൻ്റെ രണ്ടാം ഭാര്യ ഇറങ്ങിപ്പോയി എന്ന് പറയുന്നു. ഇനി വേറെ രസം എന്നറിയാമോ, ഇതിന് ശേഷം ഫസ്മിനെ പറയുന്നത് കേട്ടതിന് ശേഷം ബാക്കി കാര്യമൊന്നുമില്ല, ഫസ്മിനെ പറയുന്നത് കേൾക്കാം.
സ്റ്റോറി വെച്ചിട്ട് ഷിബിലി മെഹനാസിന്റെ ഭാര്യനെ തട്ടിക്കൊണ്ടുപോയി സഫന്റെ ഫ്രണ്ട് കൂടെ ആയിരുന്നു. സഫ കുറെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പൊ സപ്പോർട്ട് ചെയ്ത വ്യക്തി തന്നെ ബാക്കി കൂടെ ഇങ്ങനത്തെ അതായത് സഫ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി ഫസ്മിനയ്ക്ക് വിഷമം വന്ന സമയത്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തിയാണ്. മാനസികമായിട്ട് സംസാരിച്ചുകൊണ്ട് പൊട്ടടി മോളെ മുത്തേ വിഷമിക്കാതെ നിൻ്റെ കൂടെ ഞാനില്ലേ, നീ എന്തുണ്ടെങ്കിലും നമുക്ക് പോട്ടെ, ഇവനൊക്കെ അവനൊക്കെ വൃത്തിയിട്ടവൻ ആടി വെച്ച് കൊല്ലണം അവനൊക്കെ, പോട്ടെ മോളെ നീ പാവമാണ്, നീ സമാധാനമായിട്ടിരുന്നു കേട്ടോ. എന്നിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് മറ്റേ പാപ്പ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കൂടെ പോയി. ഇതെന്തുവാണ് നടക്കുന്നത്? മറ്റേ ഈ ഞാൻ പറയുന്നില്ല, വേണ്ട അതും വേണ്ട. അതായത് കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കമൻറ്റാണ്. ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡിന്, അതായത് ഭർത്താവിനെ കൊണ്ടാണല്ലോ മറ്റവൾ പോയത്, അതായത് മറ്റേ മെഹനുവിൻ്റെ പോലെ. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ബാട്ടർ സിസ്റ്റം പോലെ ഒരു കാര്യം ചെയ്യും, നീ മെഹനാസിനെ അങ്ങ് എടുത്തോ പറയും. എനിക്കൊന്നും പറയാനില്ല, എനിക്കത് പണ്ടോട്ടെ ശീലം. അതിനല്ല എനിക്ക് വിഷമം. മെഹനാസ് ഈ സംഭവം രാവിലെ വിളിച്ച് പറഞ്ഞു കുറെ കരഞ്ഞായിരുന്നു. അപ്പം ഐ ഫീൽ വെരി സാഡ് ഫോർ മെഹനാസ്. പോട്ടല്ലേ സാരമില്ല. അപ്പം കല്യാണം കഴിഞ്ഞവരൊക്കെ സൂക്ഷിക്കുക. ഇങ്ങനെ ആൾക്കാരിങ്ങനെ തട്ടിക്കൊണ്ട് പോകാനുള്ള ഇതിൽ ഇങ്ങനെ വരും. പ്രത്യേകിച്ച് ഇവൻ കല്യാണം കഴിഞ്ഞവര് കുട്ടിയുണ്ട് എന്നൊന്നും നോക്കത്തില്ല. ഇവൻ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല. ഓക്കെ, ഇനി താല്പര്യമുള്ളവരൊക്കെ മെഹനാസിൻ്റെ അല്ല മറ്റേ ലല്ലു മറ്റേ വരുമ്പം അവരോട് പോകാൻ വേണ്ടി റെഡി ആയിക്കോളൂ എന്നൊക്കെയാണ് പുള്ളിക്കാരത്തിൽ വാൺ ചെയ്യുന്നത്. ഇനി ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരഞ്ഞുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞ മെഹനാസൊക്കെ ഈ രണ്ടാമത് ഈ കാര്യം പറഞ്ഞതെല്ലാം ചുമ്മാ ആയിരുന്നു, വെറുതെയാണ്, പറ്റിച്ച് ആര് പറഞ്ഞു ഇറങ്ങിപ്പോയെന്ന്, എൻ്റെ ഭാര്യ പോയിട്ടില്ല, എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഉണ്ട്, ഒളിച്ചോട്ടത് പാവം കാതർ കരിപ്പൊടിയെ വച്ച് കാതർ കരിപ്പൊടിയെ അങ്ങനെയാണ് ഇങ്ങനെയാണ് കാതർ കരിപ്പൊടിയെ കുറിച്ച് കുറേ കുറ്റമൊക്കെ പറഞ്ഞിട്ട് ഉള്ള സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ് ഈ നടക്കുന്നത്? എന്തൊക്കെയാണ് നടക്കുന്നത്? ഒരുത്തൻ്റെ ഭാര്യ ഇറങ്ങിപ്പോയെന്ന് പറയുന്നു, വേറൊരുത്തൻ വന്നിട്ട് അവൻ്റെ ഭാര്യ പോയതിൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു നിമിഷം നമുക്ക് ഒരുമാതിരി സംഭവം. ഇനി തീർന്നില്ല, ഇനി മറ്റേ പുള്ളിക്കാരത്തി വന്നിട്ടുണ്ട്, ഞാൻ ഇറങ്ങിപ്പോയെന്നോ കാണാം. അപ്പോൾ ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ന്യൂസ് നല്ല ഫിൽറ്റർ കേട്ടോ, കൊള്ളാം. ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി റിപ്ലൈ കൊടുത്ത് ഒളിച്ചോടിയിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടി എന്ന് പറയുന്ന റൂമർ വന്ന സമയത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ഒളിച്ചോടിയിട്ടൊന്നുമില്ല, ആരാ പറഞ്ഞേ? ഇപ്പോൾ റൂമർ നിങ്ങൾക്ക് സത്യം പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ചെയ്ത ഒരു വിഷയമല്ല. എനിക്കാകെ പറയാനുള്ളത്, ഇപ്പോൾ ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഞാൻ വീഡിയോ കോൾ ചെയ്ത് മോശമായിട്ട് ഇതാക്കിയിട്ടുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. ഞാൻ അങ്ങനെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. ഒരാളൊരു വീഡിയോ കോളിൻ്റെ ഫോട്ടോയോ എന്തെങ്കിലും ഒന്ന് ഇട്ടെങ്കിൽ അത് നല്ലതായിരിക്കും കുറച്ച്. ഇപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഒളിച്ചോടി എന്നുള്ള രീതിക്കായി, ഞാൻ പ്രൊമോഷനായി ഒളിച്ചോടി എന്നുള്ള രീതിക്കായി. ഈ പറയുന്നവർ വേറെ എവിടെയൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ ഞാൻ ഒളിച്ചോടി പോലെ ആക്കുന്നുണ്ടോ? കണ്ടവരുടെ കൂടെ പോകുന്നുണ്ട്. അതിപ്പോൾ ഞാൻ മേനുവിന് മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. അതിന് മാത്രമല്ല കേട്ടോ, വേറൊരാളും കൂടെ ഉണ്ട്, ലവനും കൂടെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ പറയുന്നത് വേറെ ഒരാളെയും കൂടി ഉദ്ദേശിച്ചാണ് പറയുന്നത്. എനിക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. പിന്നെ അവർക്ക് പിന്നെ നല്ല രീതിക്ക് സംസാരിച്ച് തെളിവുകൾ മറ്റുള്ളവരെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ച് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ഇതാക്കാം. എനിക്കിങ്ങനെ പിന്നെ മറ്റുള്ളവരെ കൊണ്ട് എടാ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ച് എനിക്ക് ഇങ്ങനെ സ്ക്രീൻഷോട്ട് വേണം അങ്ങനെയൊന്നും ഞാൻ ആരെ കൊണ്ട് അയപ്പിക്കാറില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇങ്ങനെ ആരടുത്തും വീഡിയോ കോൾ ചെയ്ത് ഇരുന്നിട്ടൊന്നുമില്ല, എനിക്ക് അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. എനിക്കങ്ങനെ പോണമെന്ന് തോന്നിയിട്ടില്ല. പോകണമെങ്കിൽ പണ്ടേ പോയായിരുന്നു. ഇത്ര പാവപ്പെട്ട കൊച്ചിനെ കുറിച്ചൊക്കെ ഇത്ര അപവാദങ്ങളൊക്കെ പറയുന്നത് ആരുടെ? ഇതൊക്കെ നല്ല തൊലിക്കെട്ടി ഗോഡ് ബ്ലസ്, നല്ല തൊലിക്കെട്ടി ഗോഡ് ബ്ലസ് യു. ആരുടെ കമൻറ്റ് ഇട്ടേക്കുന്നത് കൊള്ളാമല്ല. അപ്പോൾ ലൈവിൽ കണ്ടത് ആയിരിക്കും അല്ലേ? മോൾ ആരുടെ ടീമാണെന്നൊക്കെ ഒന്നും മനസ്സിലാകുന്നില്ല. ഇതെന്താ സംഭവം? ആരാ ഈ ലല്ലു? എന്താ ഈ കുട്ടിയെ കണ്ട ലൈവ് എന്ന് പറയുന്നത്? ഏതാണ് ആ കുട്ടീനെ കണ്ട ലൈവ് എന്ന് പറയുന്നത്? അതായത് ഉത്തമ ഇവർ മൊത്തം പോക്ക് കേസ് ഇപ്പം അത്ര മനസ്സിലാക്കുക എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ബോക്സിൽ ആ സൈഡ് കൂടി പോകാൻ പോലും പാടില്ല കേട്ടോ. അതായത് പിന്നെ ചന്ദനമാണ് കഥ പറയുന്നത്. റീച്ചായോ? ശരിക്കും ഒളിച്ചോടി പോയിട്ടില്ലേ? എന്നിട്ടും ഫിൽറ്റർ ഇടാൻ മറന്നില്ലല്ലോ. ഓക്കെ, നിൻ്റെ ഹസ്ബൻഡ് എവിടെ ഇപ്പോൾ? ആൾക്കാർ ചോദിക്കുന്നു. അവൻ്റെ വീട്ടിൽ ഉണ്ടാവും. ഗൈസ്, തൊലിക്കെട്ടി ഓൾമോസ്റ്റ് ഞാൻ ആ ഒരു സംഭവത്തിലേക്ക് ഓൾമോസ്റ്റ് ആ തൊലിക്കെട്ടിയുടെ സെറ്റപ്പിലേക്ക് തന്നെ ഞാൻ വരും. പിന്നെ എന്തിനാ നിൻ്റെ ഹസ്ബൻഡ് പോയെന്ന് പറഞ്ഞത്? നീ പറഞ്ഞത് അങ്ങനെ ചോദിക്കുന്നു. ഇവൾ ഒളിച്ചോടിയില്ല, ഇറങ്ങിപ്പോയതാണ്. മെഹനുവിനെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇദ്ദേഹം ഇറങ്ങിപ്പോയെന്ന്. ഓക്കെ, എൻ്റെ ലൈവിൽ ഈ കുട്ടി കണ്ടിരുന്നു, അതിൻ്റെ റിപ്ലൈ ഇടുമോ? റിഫയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മെഹനാസിനെ മാരേജ് ചെയ്തപ്പോൾ തന്നെ തൻ്റെ സ്റ്റാൻഡേർഡ് എന്താണെന്ന് മനസ്സിലായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ ലല്ലുവിൻ്റെ ലൈവിൽ കണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് അത്ഭുതപ്പെടാനൊന്നുമില്ല.
ഈ ലല്ലു എന്ന് പറയുന്ന ലവൻ്റെ ലൈവിനകത്ത് ഈ പുള്ളിക്കാരത്തി വന്നെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് വേറെ യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇതിനെക്കുറിച്ച് വിശദമായിട്ടറിയാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ. ലല്ലുവിൻ്റെ ലൈവിനകത്തൊക്കെ ഈ പുള്ളിക്കാരത്തി പോയി എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഇതൊരു വലിയൊരു സംഭവമാണ്. റിഫ മെഹനു ഇഷ്യൂ ഭയങ്കരമായിട്ട് പ്രമാദമായ ഒരു കേസാണ്. ആ പെൺകുട്ടിയുടെ ഒരു അകാല വിയോഗം, ആത്മഹത്യയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഇത് വിഷയം ഈ മെഹനാസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം അഥവാ ഇപ്പോൾ പോയ ഇതിൻ്റെ തന്നെ എല്ലാത്തിലും ഫാ വരുന്നതുകൊണ്ട് പേരുകൾ മാറിപ്പോവും. ഓക്കെ, ഇപ്പോഴത്തെ ഈ കുട്ടി ഇദ്ദേഹത്തിനെ മെഹനാസിനെ വിവാഹം കഴിക്കുന്നു എന്നുള്ളൊരു കാര്യം എന്തൊക്കെയോ നടക്കുന്നു അല്ലേ. ഇത് വേറെ ലൂപ്പാട്ടോ. മറ്റേ ചുരുളി സിനിമ കണ്ടതുപോലെയാണ്. രണ്ടും കൂടി തല്ലിപ്പിരിഞ്ഞു, നന്നായി. ഇനിയെങ്കിലും അവനെ പൊക്കി പറഞ്ഞ് റിഫയെ നിർത്ത്. റിഫയെ കുറ്റപ്പെടുത്തിയൊക്കെ പറഞ്ഞായിരുന്നു, കൊള്ളാമല്ല. ആ ഉദ്ദേശിച്ച ആരെന്നൊക്കെ മനസ്സിലായി. ഇപ്പം എന്തായാലും റീച്ച് കിട്ടുന്നുണ്ടല്ലോ, ന്യൂ അക്കൗണ്ട്. അതല്ലേ എല്ലാവർക്കും വേണ്ടേ. ഇപ്പോൾ റീച്ച് തന്നെയാണ് മുഖ്യം ഇല്ലേ. സഫ, ഇവരുടെ പേര് സഫ, മറ്റേത് റിഫ ഒരു പോയ കുട്ടിയാണ്, ഇന്ന് ഭൂമി ജീവിച്ചിരിപ്പില്ല. റിഫ, സഫ, പിന്നെ മറ്റേ ഫസ്മിന സാക്കീർ, പിന്നെ ലല്ലു, പിന്നെ മെഹനു. നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത്രയും പേര് ഒരുമിച്ച് ഉണ്ടോ? ഇതൊക്കെയാണ് സംഭവം. ഫസ്മിന ഇടുന്ന വീഡിയോ എ ആണ് പറയല്ലേ കേട്ടോ. എന്തായാലും ഫസ്മിന അവൻ പക്കാ ഫ്രോഡ്. അവൻ്റെ കൂടെയുള്ള പെണ്ണുങ്ങൾ വെടി എത്രയേ ഉള്ളൂ. നിങ്ങളുടെ വെടിക്കഥകൾ കേൾക്കാൻ ഞങ്ങൾക്ക് ഒരു സുഖം. എന്തായാലും കൊള്ളാം, അത് കേൾക്കാൻ വേറെ ഒരു ലോകം. വെടിക്കഥയോ ഇതിനകത്ത് വല്ലതൊക്കെ ഉണ്ടോ ഇനിയിപ്പോൾ സ്റ്റോറി? അപ്പോൾ ഞാൻ കുറച്ച് റൂമർ കേട്ടായിരുന്നു, ഞാൻ ഒളിച്ചോടി പോയി എന്നൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ വ്ളോഗ് കാണുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട്. എൻ്റെ കുട്ടി ഉറങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, അപ്പോൾ റൂമറൊന്നും സത്യമല്ല. ഓക്കെ, 1 million വിത്തിൻ 1 day. ഇവിടെ ഇവർക്കൊക്കെ വേറെ എന്തോടെ ഇത്? നിനക്ക് എത്ര തന്ത ഉണ്ട് ഈ കമൻറ്റ് ഡിലീറ്റ് ആക്കിക്കൊണ്ട്? അപ്പോൾ കാതൽ കരിപ്പിടിച്ചത് വീഡിയോ ഫേക്ക് ആണല്ലേ? ഇവൻ തന്നെ ഉള്ള പരിപാടി കള്ളവടി കാതർച്ച. എന്താ പറയാ, ഇപ്പൊ ആരോട് തന്റെ കാര്യം ചോദിക്കാൻ അവളത് പറഞ്ഞതാ? ഓ അങ്ങനെ, ആരോട് ചോദിക്കാനാ? നിങ്ങൾ അഫെയർ ആക്കി എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന അവൾ ഫുൾ ടൈം പബ്ബിലാണ്. എന്നിട്ടാ പബ്ബിൽ അഴിഞ്ഞാടി നടക്കുന്നവളെ കെട്ടിയോൻ ഇട്ടിട്ട് പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ലല്ലു രക്ഷപ്പെട്ടു. ഓ, ഫസ്മിനെ കിട്ടാണ് ഇവിടുത്തെ താങ്ങ്. ഹായ്ഡാ, ഫസ്മിനെ പറ്റി ഓരോന്ന് പറഞ്ഞ് നടപ്പുണ്ട്. അവളിപ്പോൾ ഗോവയില, എന്നിട്ടും ഓരോന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അവളെപ്പറ്റി ആരെയും പറഞ്ഞു തരുമോ? ഇപ്പോൾ എല്ലാവരോടും തൻ്റെ കാര്യം. ഗൈസ്, ഇന്ന് ഞാൻ ലൈവ് ഇടുന്നുണ്ട്. ഓ ഗൈസ്, ഫേക്ക് അക്കൗണ്ട് റിപ്പോർട്ട്. എടാ നിശാലെ, നീ എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ച കാര്യങ്ങളെല്ലാം ഞാൻ കാദർഖാനോടും പിന്നെ നിൻ്റെ പ്രിയതമയോടും പറയാൻ പോവുകയാണ്. ആരുടെ? നിശാലോ? ഇതൊക്കെ ആര്? നിശാലേ, ഇവന് മെഹനും പിന്നെ ഒരാളും കൂടി ഉണ്ട് പ്ലാനിങ്ങിൽ. ഇപ്പോൾ കഥ മനസ്സിലായല്ലോ. നാടകം കളിക്കാൻ നല്ലോണം അപ്പം ഞാൻ യൂട്യൂബിൽ ലൈവ് ഇടാൻ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് 200 സംതിങ് ആയപ്പോൾ സബ്സ്ക്രൈബർ ഉള്ളൂ. ഇപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങിയത് 100 ആയി. അപ്പോൾ 100 സബ്സ്ക്രൈബ് കൂടി കയറിയാലാണ്. വിട്ടുകളാ എന്നോട് ക്ഷമി. സോ ഗൈസ്, അല്ല ഞാനും തുടങ്ങി പരിപാടി. അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഈ മെഹനാസ് പറയുന്നത്, മെഹനാസിൻ്റെ ഭാര്യ ആദ്യം ഒളിച്ചോടി, പിന്നെ ഒളിച്ചോടിച്ചിട്ടില്ല. ആര് പറഞ്ഞു? കാദർ കരിപ്പോടിയൊക്കെ അവരുടെ വിറ്റ് തിന്നാൻ വേണ്ടിയിരിക്കുന്നത് കാദറിൻ്റെ തലയിൽ കൊണ്ട് കയറുന്നുണ്ട്. കുറേ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. രണ്ടാമതിപ്പം ഈ പുള്ളിക്കാരത്തി ഒന്ന് പറയുന്നു, ആര് പറഞ്ഞു ഒളിച്ചോടിയെന്ന്? ഞാൻ ഒളിച്ചോടിയിട്ടില്ല എന്ന് പറയുന്നു. ഫസ്മിനെ പറയുന്നു, ലവന് ആരെന്നൊന്നുമില്ല, കെട്ടിയതാണെന്നോ കുട്ടിയുണ്ടെന്നുള്ള ഒരു ബോധമൊന്നുമില്ല, അവൻ ആരാണെങ്കിലും കൊണ്ടുപോകുമെന്ന് പറയുന്നു. ഇതിന് മാത്രമൊക്കെ നിങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നിങ്ങളൊക്കെ എന്തിനാണ് ഈ കെട്ടിയവരുടെ പുറകെ തന്നെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? 1ഉം 5ഉം 10ഉം കെട്ടിയതിൻ്റെ കൂടെ വീണ്ടും പോകുന്നു, അത് കുട്ടികളെ കളഞ്ഞിട്ടൊക്കെ പോകുന്നു. എന്തൊരു ഓട്ടോ ഇത്? വാട്ട് ഈസ് ദിസ് ഗൈസ്? ഇതെന്തോ ഇത്? എന്താ ഇത്? ഈ കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നത് അല്ലേ? മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനായിട്ട് ആകെ ഒരു വല്ലാത്തൊരു ഫിനോമിനാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താ അല്ലേ ഗൈസ്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പം ഇങ്ങനെയുള്ളൊരു താല്പര്യം വല്ലതും ഉണ്ടോ? കെട്ടി കുഞ്ഞുങ്ങളൊക്കെ ആയി നിൽക്കുന്നു നിങ്ങൾ.
നിങ്ങൾക്ക് കെട്ടിയ വേറൊരാളുടെ കൂടെ പോകണം, അതുപോലെ തന്നെ കെട്ടി എല്ലാം റെഡി ആയിട്ട് നിൽക്കുന്ന നിങ്ങൾ വേറെ കുട്ടിയുള്ള പെണ്ണിനെ കൊണ്ട് പോകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉള്ള അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടോടെ? അതെങ്ങനെയായിരിക്കും ആ ഒരു പരിപാടി ഇറക്കുന്നത്? അല്ല മീൻസ് ആ ഒരു സംഭവം. സോ ഗൈസ്, ഇത് വേറെ ലോകം. ഇതിനകത്ത് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് എൻ്റെ കിളി പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്ത്. ഫസ്മിന സാക്കിറിൻ്റെ ചാനലിനകത്ത് ഒരു വീഡിയോ പുള്ളിക്കാരത്തി ഇട്ടിട്ടുണ്ട്. അതിനകത്ത് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, മറ്റേ ലല്ലു എന്ന് പറയുന്ന പുള്ളിക്കാരത്തിനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടാണ് അതിനകത്തുള്ളൊരു വീഡിയോ വന്നേക്കുന്നത്. ആ വീഡിയോയിൽ പ്രത്യേകിച്ച് ഒരു വലിയ കാര്യമായിട്ടുള്ള സംഭവങ്ങൾ, ഈ ലല്ലുവിൻ്റെ മുഴുവൻ സംഭവങ്ങളൊക്കെ എടുത്ത് ലല്ലു കേസ് ഫയൽ പ്രൂഫ്സ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഈ സാധനം വന്നേക്കുന്നത്. അതിനകത്ത് സ്ഥിരം അത് ആൾക്കാരെല്ലാവരും ഇതിനകത്ത് നോക്കുന്നത് ഇപ്പം നിലവിൽ നടന്ന ഒളിച്ചോട്ട കേസിനെ കുറിച്ചാണ് ആൾക്കാർ ചോദിക്കുന്നത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും അധികമില്ല. അവനിപ്പോ പരാതി ഉണ്ടാക്കാൻ തോന്നിയത്. എന്റെ ഫ്രണ്ട് ഗോവയിലാണ് ആക്ച്വലി, എന്റെ ഫ്രണ്ട് ഇവിടെ അല്ല. ആൻഡ് എന്റെ ഫ്രണ്ടിന് ഇവൻ ഇതുവരെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ കാണാത്ത ഫ്രണ്ടിനെതിരെയാണ് ഇവൻ ഈ കേസ് കൊടുക്കുന്നത്, ഇവനെ കഴുത്തിൽ കത്തി വെച്ചെന്ന് പറയുന്നത്. എനിക്ക് ആകെ നല്ല മെയിൽ ഫ്രണ്ട് ഉള്ള ഒരു വ്യക്തിയായിരുന്നു അത്. അപ്പൊ ഇവന് വേറെ ആരുടെ പേര് കിട്ടാത്തതുകൊണ്ടായിരിക്കും മേ ബി അവന്റെ പേര് ഇട്ടിട്ടുണ്ടാവുക, ഐ ഗസ്. ആൻഡ് I don't know what else to say. കാണാത്ത ഒരു വ്യക്തിനെ ഇത്രയും അടിപൊളിയായിട്ട് വർണ്ണിച്ച് ഇത്രയും മാസ് എൻട്രിയും സീനും ഒക്കെ കൊടുത്തതിൽ നന്ദിയുണ്ട്. അത്രേ പറയാനുള്ളൂ. എൻ്റെ ഫ്രണ്ടും അത് തന്നെ അറിയിച്ചിരിക്കുന്നു. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. തൃക്കാക്കര വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത്. ശക്തമായ അന്വേഷണത്തിലൂടെ മാത്രമാണ് ഈ 2 പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. കാരണം ഇതില്ലാത്തൊരു കാര്യമാണോ, നടക്കാത്തൊരു കാര്യമാണല്ലോ, പുകയാണല്ലോ, ഇത് വായുവിൽ സംഭവിച്ച ഒരു കാര്യമാണല്ലോ. അപ്പം പുള്ളിക്കാരത്തി വളരെ സീരിയസ് ആയിട്ട് എന്തൊക്കെയായിരുന്നു പറയുന്നുണ്ട്, ഒരുപാടുണ്ട് കാര്യങ്ങൾ. അപ്പം താല്പര്യമുള്ളവരൊക്കെ പോയിട്ട് ആ ചാനലിൽ പോയി കാണൂ. ലല്ലു കേസ് പ്രൂഫ് ഫയൽ പാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആ വീഡിയോ. ആകെ മൊത്തം പുകയാണ്. ഇതിൻ്റെ അകത്തുള്ള മൊത്തം ഒരു ഇൻഡെപ്തിലേക്ക് കാര്യങ്ങൾ പോയി മനസ്സിലാക്കേണ്ട കാര്യം നമുക്കാർക്കും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ കുടുംബത്തിൻ്റെ അകത്ത് നടന്നിട്ടുള്ള മാറി മാറി ഒളിച്ചോട്ടങ്ങളും മറ്റുള്ള പരിപാടികളൊക്കെയാണ് നടക്കുന്നത്. ലൈഫിൽ ഈ മൊറാലിറ്റി എന്നുള്ളൊരു സാധനത്തിനൊരു ഒരു നമുക്ക് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു സാധ്യത ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയിടത്തൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കത്തില്ലേ? നമുക്ക് ചിലതൊക്കെ വേണ്ടേ അല്ലേ? നിങ്ങളിപ്പം ആ വിശ്വാസങ്ങളിലുള്ളവരായിരിക്കും. നിങ്ങൾ ആ ഒരു വിശ്വാസത്തിൻ്റെ സ്ഥലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുക? മരണ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറുക? കല്യാണ വീട്ടിൽ പോകുമ്പോൾ എങ്ങനെ പെരുമാറുക? ഒരു പൊതു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ എങ്ങനെ പെരുമാറുക? അതുപോലെ തന്നെ നിത്യജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ ഇടപെടുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളുടെ ഒരു ഇത് ഉണ്ടാവുമല്ലോ. അതൊന്നുമില്ലാതെ കുത്തഴിഞ്ഞ തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്വാതന്ത്ര്യമൊന്നല്ല പറയുക. അത് ശരിക്കും പറഞ്ഞാൽ അത് എന്തൊക്കെ നേടാനുള്ളൊരു ത്വരയാണ്. അത് ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്നതിനെക്കാട്ടി കുറുക്ക് വഴിയിൽ കൂടെ ആ പരിപാടിയിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം കൂടെയാണ്. അവസാനം ഇതിൻ്റെ അകത്ത് എല്ലാം സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ പിന്നീട് കുറേ ഒരു സാഡ് ന്യൂസുകളും മറ്റുള്ള കാര്യങ്ങളും കാണും. സോ ഗൈസ്, ഒന്നും സംഭവിക്കാതിരിക്കട്ടെ, എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കിട്ട് പോകും. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ ഗൈസ്. ബൈ.